ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനം എയർബസിന്റെ 380-900 അതിന്റെ ചുവട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 4 പവർഫുൾ എഞ്ചിനുള്ള ഈ വിമാനത്തിന് ടോട്ടൽ 22 ടയർസ് ആണ് ഉള്ളത്. 2 എണ്ണം മുന്നിലെ ലാൻഡിംഗ് ഗിയറിലും 8 എണ്ണം വിമാനത്തിന്റെ ചിറകിലെ ലാൻഡിംഗ് ഗിയറിലും ബാക്കി 12 എണ്ണം വിമാനത്തിന്റെ മധ്യഭാഗത്തുമാണ്. ഇത്രയും കൂടുതൽ ടയർ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം 575 ടൺ ഭാരം വരുന്ന ഈ വിമാനത്തിന് അതിന്റെ ഭാരം റൺവേയിൽ ഒരുപോലെ സ്പ്രെഡ് ചെയ്യാൻ കഴിയും. ഒരു ടയറിന് $5000 ഏകദേശം 4 ലക്ഷം ഇന്ത്യൻ റുപ്പീസാണ് ഇതിന് കോസ്റ്റ് വരുന്നത്. ഒരു 150 മുതൽ 200 വരെ ലാൻഡിന് ശേഷം ഇത് ചേഞ്ച് ആക്കും. ഈ കാണുന്ന യെല്ലോ പൈപ്പിലൂടെയാണ് വിമാനത്തിന് എഞ്ചിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം എക്സ്റ്റേണൽ ആയിട്ട് AC കൊടുക്കുന്നത്. അതുകൊണ്ട് ജെറ്റ് ഫ്യൂൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വിമാനത്തിന്റെ സെക്കൻഡ് എഞ്ചിൻ എന്ന് പറയുന്നത് APU, അതായത് ആക്സിലറേറ്ററി പവർ യൂണിറ്റിന്റെ ഉപയോഗം ഇതിലൂടെ കുറയ്ക്കാൻ കഴിയും. 2 വർഷത്തോളമായി എമിറേറ്റ്സിന്റെ ഈ ഫ്ലൈറ്റിന്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറുന്നത്. ടോട്ടൽ 3 ഡെക്കാണ് ഇതിനുള്ളത്. 2 പാസഞ്ചർ ഡെക്കും ഒരു കാർഗോ ഡെക്കും. ഇതിന്റെ മെയിൻ ഡെക്ക് ലോകത്തിലെ ഏതൊരു വിമാനത്തിനേക്കാളും വീതി ഉള്ളതാണ്. മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ വീതി കൂടുതലാണ്. അതായത് വിങ് സ്പാന് തന്നെ 80 മീറ്ററോളം നീളം വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ 4 എയർപോർട്ടിൽ മാത്രമേ ഇതിന് കോഡ് F കാറ്റഗറി ഉള്ളൂ. ബാംഗ്ലൂർ എയർപോർട്ട്, ഹൈദരാബാദ്, ഇതുപോലെ തന്നെ ന്യൂഡൽഹി, പിന്നെ മുംബൈ. ഈ മെയിൻ ഡെക്കിലാണ് ഇവിടെയാണ് കംപ്ലീറ്റ് എക്കണോമിക് ക്ലാസ് ഉള്ളത്. 3, 4, 3 എന്നീ ലേഔട്ടിലാണ് സീറ്റുകളുടെ ക്രമീകരണം. ഈ ഫുൾ എയർബസും ഫുള്ള് സീറ്റും എക്കണോമി ആണെങ്കിൽ ഈ ഫ്ലൈറ്റിന്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി 850 പേർക്ക് ഇരിക്കാനുള്ളതുണ്ട്. എന്നാൽ ഒരു എയർലൈൻ കമ്പനി